മറ്റൊരു വാർത്തയിലേക്ക് വരികയാണ്. കൊട്ടാരക്കരയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NSS അവിടെ ഇടതു സ്ഥാനാർത്ഥി KN ബാലഗോപാലിനെതിരെ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ചില ഓഡിയോ സംഭാഷണങ്ങളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ NSSന്റെ പിന്തുണ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റിക്കെന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ സംഭാഷണം കൂടിയാണിത്. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽകുമാറാണ് ഐഷ പോറ്റിക്ക് വോട്ട് നൽകാൻ ആഹ്വാനം ചെയ്തത്. ആദ്യം ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ഹലോ, അനിൽ ചേട്ടനാണോ? ചേട്ടാ, ഞാൻ ഒരു കരയോഗത്തിന്റെ അംഗമാണേ. ഞാൻ വിളിച്ചത് ചേട്ടാ, നമ്മുടെ ഇപ്പൊ ഈ NSSന്റെ ഗ്രൂപ്പിലേ, ഈ വനിതാ സമാജ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ കേൾക്കുന്നു, ഐഷ പൊറ്റിക്ക് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞോട്ടെ. അപ്പൊ അത് നമ്മുടെ ഒരു NSS ഒരു അംഗമില്ലേ, ബാലോത്സവം. അപ്പൊ അത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ തവണ ബാലഭവൻ സാറിനെ സഹായിക്കല്ലോ. കഴിഞ്ഞ വർഷം ബാലോത്സവനെ സഹായിക്കുന്നുണ്ടെങ്കിലേ നമുക്ക് ഇപ്പം താലൂക്ക് അവിടുന്ന് നമ്മുടെ സമുദായ NSSന്റെ പൊതുവായ NSS നിലപാടായത് കേട്ടോ. NSS താലൂക്ക് NSS യൂണിയൻ NSSന്റെ ഒരു നിലപാടായിരുന്നു ഇതെടുത്തതേ. NSS ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് നായർക്ക് വോട്ട് ചെയ്യണ്ട, പിന്നെ ബ്രാഹ്മൺസിന് വോട്ട് ചെയ്യാം. നായർക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ. നമുക്ക് NSSന് അങ്ങനെയല്ലല്ലോ. അല്ല, എനിക്ക് അങ്ങനെ ഉണ്ട് ചേട്ടാ. നമ്മള് NSS ആർ ശങ്കരെ മുഖ്യമന്ത്രിയാക്കിയ മണ്ണത്തൂർപ്പനാമത്തെ പ്രസ്ഥാനമായിരുന്നു. അല്ല, ഒരു പത്രപ്രസ്താവന ഉണ്ടായിരുന്നല്ലോ ചങ്ങനാശ്ശേരിന്ന്. അതുണ്ടായിരുന്നു. പക്ഷെ കൊട്ടാരക്കരയിൽ അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഉണ്ടായത്. താലൂക്ക് യൂണിയൻ എടുത്ത തീരുമാനം അറിയില്ല. അതിപ്പം താലൂക്ക് യൂണിയന്റെ സർവീസ് സൊസൈറ്റികളെ തീരുമാനം. തങ്കപ്പുള്ള സാർ അറിഞ്ഞോ? അറിയാം. തങ്കപ്പുള്ള സാറിനെ വിളിച്ചാൽ എല്ലാരും കൂടെ എടുത്ത തീരുമാനം. അല്ല, നമ്മൾ ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല സാറേ കേട്ടോ. ഭയങ്കര ഒരു ഇതായിപ്പോയി. അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റേതായ ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. വിനീഷ് ചേരുന്നു. വിനീഷ്, തെരഞ്ഞെടുപ്പ് ഏതായാലും കഴിഞ്ഞു. NSS ഇങ്ങനെ ഒരു പരസ്യ നിലപാട് അവിടെ സ്വീകരിച്ചത് എത്ര രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം എന്താണ്? ഒപ്പം CPM നേതൃത്വമൊക്കെ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായും സജിത്, NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽകുമാർ അണികളോട് ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്തുണ നൽകിയതെന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. മറ്റ് മണ്ഡലങ്ങളിൽ NSS സമദൂര നിലപാട് തുടരുന്നതായും അതിലൊരു വിശദീകരണം നൽകുന്നുണ്ട്. എന്നാൽ കൊട്ടാരക്കരയിൽ അങ്ങനെയല്ല. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിക്ക് പിന്തുണ നൽകണമെന്നാണ് NSSന്റെ സെക്രട്ടറി, താലൂക്ക് യൂണിയൻ സെക്രട്ടറി പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ടൈമിൽ ബാലഗോപാൽ തന്നെയായിരുന്നു കൊട്ടാരക്കരയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അപ്പോൾ NSS അനുകൂല നിലപാട് സ്വീകരിച്ചു, NSS പിന്തുണ നൽകി എന്നും ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, മറിച്ച് ഐഷ പോറ്റിക്ക് പിന്തുണ നൽകണം എന്നുള്ള ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതായത് NSSന്റെ ഈ മഹിളാ സമാജം പ്രവർത്തകരുടെ ഇടയിലും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ ഈ താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുടെ ഇത്തരം ശബ്ദ സന്ദേശങ്ങൾ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് NSSന്റെ പ്രവർത്തകർ താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടത്. അതിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഒരു പരാമർശം ഉണ്ടായത്. NSSന്റെ ഒരു തീരുമാനമാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ രാജ്യത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ ഈ LDF UDF തമ്മിലുള്ള പോരാട്ടം ശക്തമായിരുന്നു. നമുക്കറിയാം, രണ്ട് സ്ഥാനാർത്ഥികളുടെയും പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ വലിയ ഒരു ആർക്കും മേൽക്കോയ്മ ഉണ്ടാകും എന്നുള്ളതടക്കം NSSന്റെ ഒരു വോട്ട്, അതായത് നിലവിൽ 140 പരം NSSന്റെ കരയോഗങ്ങളാണ് ഈ താലൂക്ക് യൂണിയനിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ വോട്ട്, ഇവരുടെ ഭൂരിപക്ഷം വർദ്ധിക്കാൻ വളരെ നിർണായകമാകും. അത് തന്നെയാണ് മുഖ്യധാരയിൽ തന്നെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നതും. എന്തായാലും ഈ NSSന്റെ വോട്ടുകൾ വളരെ നിർണായകമായ ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിലെ പ്രാദേശിക പിന്തുണ UDFന് ഗുണകരമായി മാറും എന്നുള്ളതാണ് തന്നെയാണ് UDFന്റെ വിലയിരുത്തൽ. ഈ വിഷയത്തിൽ മറ്റൊരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. NSS നേതൃത്വം പോലും ഔദ്യോഗികമായിട്ടൊരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടില്ല. എന്തായാലും സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കൊട്ടാരക്കരയിലും തൊട്ട് അടുത്തുള്ള മണ്ഡലമായ പത്തനാപുരത്തെയും രാഷ്ട്രീയം, ഈ രണ്ടിടത്തും NSS നേതൃത്വം ഇടതുമുന്നണിക്കെതിരെയാണ് നിലപാടെടുക്കുന്നത്. സംസ്ഥാനാടിസ്ഥാനത്ത് NSS ഒരു രാഷ്ട്രീയ നിലപാടൊന്നും എടുത്തിട്ടില്ലെങ്കിൽ കൂടിയും
ഈ രണ്ടിടത്തും അത്തരം പ്രാദേശികമായ വിഷയങ്ങളുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ എത്ര കണ്ട് പ്രതിഫലിച്ചു, തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ മാറ്റിമറിക്കുമോ, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. നമുക്ക് കാത്തിരിക്കണം ഇതെങ്ങനെ പ്രതിഫലിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.